എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മള് മറ്റൊരു ചലഞ്ച് ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ചലഞ്ചിന്റെ പേരെന്താണ്? വിസ്പർ ചലഞ്ച്. ഇന്നത്തെ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ വെറൈറ്റി ആയിട്ടുള്ള ഗെയിം ഒന്നല്ല. നമ്മുടെ ചെറുക്കന്റെ തലയില് ഉദിച്ചൊന്നല്ലേ പറഞ്ഞു പോയി പിടിച്ചൊന്നത്. അത് ഉറപ്പാ. പക്ഷെ ചക്കൻ കണ്ടുപിടിച്ച് നോക്കിയാ പറയണേ നടക്കണമായിരുന്നല്ലേ പോയി പിടിച്ച് തന്നെയാ ഉറപ്പാ. അപ്പൊ അങ്ങനെ കൊണ്ടുവന്നൊരു ഗെയിമായിട്ട് നമ്മൾ ഇന്ന് വന്നേക്കണേ. എന്താ ഗെയിം നീ കണ്ടുപിടിച്ചാൽ നീ എക്സ്പ്ലെയിൻ ചെയ്ത് വ്യക്തമായി കൊടുത്തു. നീയല്ല കണ്ടുപിടിച്ചത്, ഞാൻ കണ്ടുപിടിച്ചാല്. അതായത് ഞാൻ ജസ്റ്റ് കളിക്കാൻ വന്നിരിക്കുന്ന പോലെ തന്നെ. അതായത് മറ്റേതല്ലേ ഹെഡ്ഫോണ് ചെവിയിൽ വെക്കും, ഇയർഫോൺ ചെവിയിൽ വെക്കും, നല്ല ഹൈ സൗണ്ടിൽ പാട്ട് വെക്കും. ഞാനൊരു മലയാളം വേർഡ് അവരുടെ അടുത്ത് പറയും. ഒരു 4 വട്ടം ഞാൻ അത് പറയും. അതെന്നിട്ട് 5 വട്ടം ഉണ്ടോ 4 വട്ടം എനിക്ക് ഇത്തിരി ബുദ്ധി കൂടുതലുള്ള ടീമാണോ. അപ്പൊ 4 വട്ടമായിരിക്കും ഞാൻ അത് പറഞ്ഞു കൊടുക്കാം. അത് പറഞ്ഞിട്ട് അവനത് പറയണം. അപ്പൊ പാട്ട് ഇങ്ങനെ ചെവിയിൽ അത്രയ്ക്ക് ഹൈ സൗണ്ടിൽ കേൾക്കണ ആരൊക്കെ പറയാൻ ചിലപ്പോ പറ്റില്ല. അപ്പൊ അത്ര പൊട്ടനാണ് പറഞ്ഞത്. അപ്പൊ അത് കൊടുക്കും. ചെയ്യാത്ത പക്ഷം പണിഷ്മെന്റ് ഉണ്ട്. അന്നത്തെ പണിഷ്മെന്റ് നീ പറഞ്ഞു തരണം. നീ കൊണ്ടുവന്ന ചാലഞ്ച് പണിഷ്മെന്റ് ഒക്കെ നിന്റെ കെട്ടുകൂട്ടില്ല. അത് നീ പറയും സാധനം പണിഷ്മെന്റ് എന്ന് പറഞ്ഞോ. തോറ്റവർക്ക് ജയിച്ചാൽ പൊക്കി പറയാ. അങ്ങനെ സ്കീം മതി. ചെവിയിൽ പിച്ചാ മതി. ചെവിയിൽ അതാ വീട് ഇരുന്ന് പിച്ചാണ് പോയിട്ട് ചെവിമ പിച്ച. ദാറ്റ്സ് സ്മോൾ പണിഷ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിം. അപ്പൊ തോറ്റ ആൾക്കാർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇവൻ തോറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെവിമ പിടിക്കുന്നു. എന്നിട്ട് ഞാൻ നിന്റെ 2 നെഗറ്റീവ് ക്വാളിറ്റി പറയും. അതാണ് നമ്മുടെ പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോഴും പോസിറ്റീവ് പറയാല്ലോ ഇല്ല, കാരണം നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അതാണ് അങ്ങനെ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇത് എന്തൊക്കെ പഠിച്ച് പറയണ എല്ലാവരും ഒരു വെറൈറ്റി കൊണ്ടുവരുന്നില്ല. അത് കേട്ടിട്ട് നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തോളൂ. പറയണേ ഇംഗ്ലീഷിൽ പറഞ്ഞത് എനിക്ക് പിന്നെ അറിയില്ല. നീ കൊണ്ടുവന്ന ചാലഞ്ച് നീ വെറൈറ്റി കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ചലഞ്ച്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ എല്ലാവരും ഗ്രോത്ത് ആക്കിയിട്ട് വിട്ടു. അതാണ് നമ്മുടെ ലക്ഷ്യം. ആദ്യത്തെ വാക്ക് തുടങ്ങാൻ പോവാണ് ഗൈസ്. ശുപ്രന്റെ പ്രശംസ. ശുപ്രന്റെ പ്രശംസ. സൂപ്പർ ചുംബനൊക്കെ 2 വട്ടം കഴിഞ്ഞോട്ടാ. ശുപ്രന്റെ പ്രശംസ. ശുപ്രന്റെ പ്രശംസ. പുത്തന്മാലെ സ്ലോവിൽ പറഞ്ഞു. ഒരു വട്ടം കൂടി പറയാട്ടാ. ശുപ്രന്റെ എന്റെ മുഖത്ത് സ്ലോവിൽ പറഞ്ഞു. ശുപ്രന്റെ പ്രശംസ. വായ തുറന്ന് പറയണ പൊട്ട. 6ാമത്തെ വട്ടം ഞാൻ പറയണേ. വായ തുറക്കണത്തിന് പറയണേ. ശുപ്രന്റെ പ്രശംസ. സുപ്രിയ പ്രസവിക്കാൻ പോയി. ശുപ്രന്റെ പ്രശംസ. ഞാൻ സുപ്രിയ പ്രസവിക്കാൻ പോയി. അതാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു മലയാളത്തിൽ എന്നെ തോൽപ്പിക്കാനാവില്ല മോനെ. ഞാനെന്ന് വെച്ചാ കുറച്ച് സ്റ്റാറ്റസ് ചോദിച്ചിരിക്കുന്നു. ഈ പാട്ടിന്റെ ഇടയിൽ കുറച്ച് ഇങ്ങനെ ഗ്യാപ്പ് പോരില്ല. ആ ഗ്യാപ്പിലാണ് പറയുന്നത് കേട്ടോ. അങ്ങനത്തെ കുറച്ച് അങ്ങനത്തെ തന്ത്രപരമായിട്ടുള്ള മൂവ്മെന്റ്സ് എടുത്താൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല, വർക്കൗട്ട് ആയില്ലേ. എനിക്ക് നെഗറ്റീവ് പറയാൻ സാധ്യത പോസിറ്റീവ് ആണ് കേട്ടോ പറഞ്ഞ നെഗറ്റീവ് വരും. ലിസ്ണിങ് തീരില്ല. ലിസ്ണിങ് തീരെ ശ്രദ്ധിച്ചിരിക്കാനുള്ള കഴിവാണ്. പിന്നെ എന്തിട്ട് പറയാന്നറിയോ? പിന്നെന്താന്നറിയോ? ബുദ്ധിയില്ലേ? ഈ പാട്ടിന്റെ ഗ്യാപ്പ് നോക്കിയിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കി. എനിക്കാണ് ബുദ്ധിയില്ലാന്ന് പറഞ്ഞത്. വേറെ എന്ത് നമ്മള് ചെറിയ പണിഷ്മെന്റ് ആണ് കൊടുക്കണം ഗൈസ്. കാരണം തിരിച്ചു കിട്ടുന്ന അറിയുള്ളൂ. എപ്പോഴും മടിയാവുമ്പോ ഒരു വൈബ് വരുന്നില്ലേ? എനിക്ക് പാടാൻ ആളില്ല. മുറിയിൽ തനിച്ചാണ് കൂട്ടില്ല. കണ്ണടച്ചാലുറക്കം വരണില്ല. വരുമോ ഭൂതം കട്ടിലിനടിയിൽ കേട്ടോ അനക്കം. നെഗറ്റീവ് പറയാനുള്ളത് ഫുൾ സൗണ്ടിലാട്ടോ. ചിലപ്പോ ചെവിയൊക്കെ മിന്നുന്നുണ്ട്. മിന്നു ഓർമ്മ കേക്കണ്ട. പറയണ്ട. പതുക്കെ പറഞ്ഞത് എനിക്ക് കേൾക്കാണ്ട്.
എന്നിട്ട് പറഞ്ഞേ ഞാൻ പറയാൻ പോണല്ലോ നിക്ക്. നമ്മള് വാക്ക് പറയാനായിട്ട് പോകണം. വാക്ക് പറയാനായിട്ട് പോകണം. പൊട്ടനൊന്നും മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് വാക്ക് പറയാം. രുദ്രാക്ഷം പിള്ള. അയ്യോ പണിപാളിലോ ഞങ്ങൾ തലയിരുന്നിരുന്ന ആൾക്കാരോട് പറയട്ടെ. എന്നിട്ട് നിന്നോട് പറയാം. അങ്കിൾ അങ്കിൾ അറിയാം. അങ്കിൾ ഞാൻ യൂട്യൂബിൽ ഞാൻ വിളിക്കാം. അങ്കിൾ നോക്കിക്കണേ വിളിക്കാന്ന്. നമ്മൾ കൊടുക്കാൻ പോണ വാക്കെന്ന് പറയുന്നത് രുദ്രാക്ഷം പിള്ള എന്നാണ് വാക്കുണ്ട്. ഓക്കെ ബാ. രുദ്രാക്ഷം നടിയിൽ കേട്ടോ എനിക്ക് ശരിയല്ല. ഈ ഒന്നും പറയണം. വെക്കി എന്നിട്ട് വാക്ക് പറയാം. ഇതൊന്നും മനസ്സിലാവണം. കേൾക്കണ്ട. അവളെ അഭിനയിക്കുന്ന 4 വട്ടം കിട്ടിയിട്ടില്ല. അതൊക്കെ നോക്കിയിടയിലൊന്നും വായ തുറന്ന് പറയൊന്നും കേൾക്കുന്നില്ല. പറയണേ രുദ്രാക്ഷന്മാല ഉത്താനം ചെയ്തു. രുദ്രാക്ഷമാല അതിന് ഞാൻ നിന്നോട് പറഞ്ഞേ രുദ്രാക്ഷന്മാല എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ പറഞ്ഞു. രുദ്രാക്ഷൻ മാല എൻ രുദ്രാക്ഷൻ ഞാൻ രുദ്രാക്ഷ എന്നെ കൂടല അതാണ് ഇത്ര ഞാൻ ഒപ്പിച്ചു. അത് കണ്ടല്ലേ ഞാൻ ഒപ്പിച്ചില്ലേ. സൂപ്പർ ചോദിക്കുമ്പോ നീ കണ്ടല്ലോ. അടുത്ത പറയാനായിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് ഇനി പിച്ചഡ് നെഗറ്റീവ് ഇങ്ങനെ ബുദ്ധിയില്ലെന്ന് പറഞ്ഞല്ലേ. അത് നമ്മൾ ബുദ്ധിയില്ലെന്ന് പറഞ്ഞുള്ളതാണ്. ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞുതരാൻ വേണ്ടി. എനിക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ ഇവിടെ ബുദ്ധി ഉണ്ടെന്നാൽ അഭിനയിക്കും. പക്ഷെ ഉള്ളിൽ പൊട്ടന വയസ്സ്. അതാണ് സത്യം. അല്ല പക്ഷെ എനിക്ക് ബുദ്ധിയിലായിക്കണോ നീ പൊട്ടനാണല്ലോ. അതിനെടുക്കണം. കാരണം പിന്നെ അവഗണിക്കുന്ന പൈസ എല്ലാവരും അർത്ഥം അറിയില്ല. പക്ഷെ അങ്ങനെ സാധനം ഉണ്ടാവുള്ളൂ. അവഗണിക്കല്ല വരും. അതാണ് ഇനി ഇനി വേണം. ഇത് എത്ര സെൻസ് കളിയാന്ന് പറഞ്ഞേ? ഇത് പൂർ റൗണ്ട് കഴിഞ്ഞു. ഓക്കെ സെക്കൻഡ് റൗണ്ട്. നമ്മള് ഈ വട്ടം പിടിക്കും. ഇത് പണ്ടത്തെ പോലെ വോയിസിന്റെ മൂഡിലെ ഇന്നലത്തെ പട്ടത്തിലെ പ്രേതം കേൾക്കാണ്ട് ഇല്ല കേൾക്കാല്ലേ? ഇല്ല കേൾക്കാല്ലേ? എന്താണ് എനിക്ക് മാത്രം പോയി ചക്കരൊക്കെ സത്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണ്ടേ? നമുക്ക് കേട്ടിരിക്കാം. ആ തുടങ്ങോ. അന്തകൻ നീ പറയില്ല നോക്കിയിരുന്നു. അജഗജാന്തരം നിക്ക് ഞാൻ പറയുമ്പോ പറഞ്ഞാൽ മതി. രണ്ടോട്ടം കഴിഞ്ഞിട്ടോ ഞാൻ വെച്ചോ. ഇപ്പൊ പറഞ്ഞ വാക്കാണോ? ആ വേട പറഞ്ഞത് എന്താ പറയാ? ഒന്നുകൂടി പറഞ്ഞ. അജഗജാന്തരം ഉറക്ക പറയാ. ഞാൻ നേരത്തെ കാല് പിടിച്ചു വെച്ചില്ല. ഓരോന്നേക്ക് പറഞ്ഞേ. അജഗജാന്തരം അക്ഷരമാല അക്ഷരമാല സെറ്റ് സെറ്റ് സെറ്റ്. അജഗജാന്തരം അതാണോ പറഞ്ഞത്? ഞാൻ അക്ഷരമാല ജസ്റ്റിന് സിനിമ പറയുന്നത് നെഗറ്റീവ്. ആ നെഗറ്റീവ് പറഞ്ഞോ. എനിക്കിപ്പോ നെഗറ്റീവ് ഒന്നുമില്ല. ആകുള്ളത് ബുദ്ധിയില്ലെന്ന് പറഞ്ഞു. ഇഷ്ടം പോലെ ഉണ്ട്. നെഗറ്റീവ് തോട്ടുകാരന്റെ ആശൻ. പിന്നെന്താ പുച്ഛം കൂടുതൽ. നീ എപ്പോഴും പുച്ഛിക്കാറുണ്ട്. അത് കാരണം മാത്രം. ഓക്കെ ഇതിപ്പോ നിന്റെ അതിന്റെ കൂടെ കഴിഞ്ഞാൽ റൗണ്ട് 2 എന്റാണ് കൂടെ. സീന് പാട്ട് എടാ എനിക്ക് ഒന്നാമത്തെ കേൾക്കാൻ നീ പറഞ്ഞപ്പോ എനിക്ക് കുഞ്ഞു പാട്ട് വെച്ചാടാ. കുഞ്ഞ പാട്ട് സെറ്റ് പാട്ട് വെച്ചു. അങ്ങനെ തന്നെ ഞാൻ വാക്കോട് പറഞ്ഞു. എന്നിട്ട് നിൽക്കണം. നമ്മൾ കൊടുക്കാൻ പോകുന്ന വാക്ക് നിലവിളക്ക്. ഏതാല്ലേ എത്ര ടൈം കണ്ടുപിടിക്കുന്നത്? ഓക്കെ തുടങ്ങാം 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 തുടങ്ങട്ടെ തുടങ്ങാം. കഴിഞ്ഞു നിങ്ങളുടെ ആൻസർ നീ പോയി. അപ്പൊ കേട്ടു. അപ്പൊ പാട്ട് പാടണ്ടേ? കിട്ടാറത് പാട്ട് ഇനിയിപ്പോ വേറെ ടോക്കുന്ന ഉണ്ട് പറയണ്ട്. നിലവിളക്ക് അത് കേട്ടു സംഭവം. ഞാൻ ഇപ്പൊ പറഞ്ഞ അവൾ കേട്ടു. അതാണ് ചോദിച്ചാടി പറഞ്ഞാ. ആരെങ്കിലൊക്കെ ജയിക്കുന്ന ആൾക്കാരെ രണ്ടുപേരും എന്ത് മണ്ടന്മാരാണ്. ഒരാൾ ബാസം കൊണ്ടല്ലോ നീക്കും. ഞാൻ ബാസം കൊണ്ടത് അങ്ങനെ വിട്ടുതരുന്നത് ഒരു അടി പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ നിനക്ക് ഇനി പറയാൻ എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ച് നെഗറ്റീവ് പറയുന്നത് വിചാരിച്ചു. ഇല്ല നെഗറ്റീവ് പറയാൻ തുടങ്ങി പറഞ്ഞാല്. ഇനിയിപ്പോ മൂന്നാമത്തെ റൗണ്ട് ഇരിക്കും. ഓക്കെ പിടിച്ചോ. നമ്മളിങ്ങനെ തോറ്റിന് റെഡി ആവും മോനെ. ഞാൻ ജയിക്കുന്നുണ്ട്. നീ തോൽക്കണോ? മനസ്സിലേക്കുണ്ട്.
പുറത്തേച്ചില്ലെങ്കിലും എനിക്ക് മനസ്സിൽ വിജയം കിട്ടുന്നുണ്ട്. മനസ്സിൽ വിജയിക്കുന്നവരാണ് ലോകത്തിലേക്ക് വലിയ പോരാളിന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറയണ്ടല്ലോ മനസ്സിൽ വിജയിക്കണം. എന്നാലും നമുക്ക് പുറത്ത് വിജയിക്കാൻ പറ്റും. ഈ കളിയിൽ നമ്മൾ ജയിക്കണുണ്ടോ? കാരണം ഇതിന്റെ മുഖം നോക്കണമെങ്കിൽ തിരിഞ്ഞു ഞാൻ അത്ര മറന്നു കാണിച്ചത്. അത്രയ്ക്ക് വേണ്ട, അങ്ങോട്ട് തിരിഞ്ഞോ, അത്രയ്ക്ക് ആവണ്ടെന്ന്. ഉരുക്കിണ്ടെങ്കിൽ കഴിച്ചുള്ളു എന്നിട്ട് പാടത് എക്സ്പ്രഷൻ കാണിച്ചു കൊടുത്തോളാ യൂട്യൂബിൽ. അത്ര നല്ല പാട്ട് വെച്ചത് സൗണ്ട് കുറച്ചു എനിക്ക് കുറച്ചുണ്ട്. അവർ സൗണ്ട് കുറച്ച് നീ നീ വായിന്ന് വരുന്നത് കേക്കായിരിക്കണോ? നീ അവിടെ പറഞ്ഞോ. പുസ്തകത്തിന്റെ പേര് കൊടുക്കാം. കാപ്പിരികളുടെ നാട്ടിൽ പറയാൻ പറ്റില്ല. കാപ്പിരികളുടെ നാട്ടിൽ ടോൺസിയെ മറന്നുപോയി കൈസ്. അതാണ് എന്റെ വിവരക്കേട്. അവിടുന്ന് ഇപ്പൊ മനസ്സിലായി ഈ നെഗറ്റീവ് ഒക്കെ ആർക്കുള്ളതാണ്. ബുദ്ധിയില്ലെന്ന് പറഞ്ഞ ആർക്കത് മനസ്സിലായി. നീ എത്തല്ലോ എന്ത് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരം എന്ത് ആണോ? അതെ ആണോ? തൃശ്ശൂരാണോ? സെറ്റ് 100% ആർക്കും ബുദ്ധിയില്ല നോപ്പായി. ശരിക്കും നീ ശരിക്കുമ്പോ ബുദ്ധിയില്ല എനിക്കൊന്നാണോ? പോയി കഴിഞ്ഞു പോയി. ഇനി നിന്റെ ലാസ്റ്റ് റൗണ്ട്. ഇതിന് നിന്നെ മിന്നിക്ക് ഞാൻ കണ്ടോ. എന്തായാലും ജയിക്കാനുള്ള കഴിവ് എനിക്ക് മാത്രമേ തന്നുള്ളൂ. ജയിച്ചില്ല ഞാൻ. ടെറർ ഈ പാട്ടിന് തന്നെ ബാക്കിയിട്ടുള്ളൂ. ഇത് ഞാൻ കൊണ്ടത് അങ്ങനെ തിരിയാൻ. ഞാൻ വാക്ക് പറയട്ടെ. നമ്മള് വാക്ക് പറയും. അവൾക്ക് കൊടുക്കാൻ പോണ വാക്ക് അവളൊരു മന്നയാണ്. അതാണ് നമ്മൾ കൊടുക്കാൻ പോണത്. ഇത് നിന്റെ വാക്ക്. എന്ത്? നീ ഒരു മന്നയാണ്. നീ ഒരു മന്ന ബുദ്ധിയെന്നാ? അല്ല നീ ഒരു മന്ന. ഫുൾ വാക്ക് പറയണം. ഫുൾ വാക്ക് പറയണ്ട. എന്താണ്? 2 ചാൻസ് കഴിഞ്ഞില്ല. 3ാമത്തെ ചാൻസ്. നീ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി നിൽക്കണം. ഞങ്ങൾ നീങ്ങുന്നത് നീ വായ കൊണ്ട് പിടിക്കണം. ഞാൻ ഫിഗർ ഔട്ട് ചെയ്ത പോലെ. നീ ഒരു മന്നയാണ്. ഞാനൊരു മുതലാളി. അല്ല ലാസ്റ്റ് വേണം. ലാസ്റ്റ് ചാൻസ്. അത് കഴിഞ്ഞപ്പോ നെഗറ്റീവ് നിനക്ക് വരാൻ പോകും. ഞാൻ ഇന്നെ ആക്ഷൻ കളിക്കണല്ല മനസ്സിലാവണേ. അല്ല നീ ഒരു മന്നയാണ്. സിമ്പിൾ വാക്ക്. നിനക്ക് തന്നെ പറയാവുന്നുള്ളൂ. ഇപ്പൊ ആക്ഷൻ വേണ്ട ഒന്നും വേണ്ട. നിനക്ക് തന്നെ നിന്നെ കുറിച്ച് അറിയാമെന്ന് പറയാം. ലാസ്റ്റ് വേണ്ട 5ാമത്തെ ആൻസർ നിനക്ക്. നീ ഒരു മന്നയാണ്. നീ ഒരു മന്ന അല്ലടാ കേട്ടോ. വാക്ക് ഫുള്ളായിട്ട് പറഞ്ഞു. സംഭവം ശരിയായിരുന്നു. നീ ഒരു മന്നയാണെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. ചാൻസ് ഉണ്ട്. ആ യാനൊക്കെ മുടങ്ങാൻ അതുകൊണ്ടല്ലോ മന്ന ആരും നീയാണോ അങ്ങനെ ചിലപ്പം അരികത്ത് വരുമോ ഭൂതം കട്ടിലടിയിൽ കേട്ടോ അനക്കം. നിന്റെ നെഗറ്റീവ് പറയാണെങ്കിലേ കഴിവില്ല. അങ്ങനെ പിന്നെ കഥകൊന്ന് തുറക്കാൻ പെട്ടി സീലിംഗ് ഫാനിന്റെ മുടുക്കത്തെ കറക്കം ചട്ടപ്പട്ട ഒരു വായതൊന്നാണ് പറയുന്നത്. ഇതിലെന്നെ പോയില്ല. ഇത് ഇപ്പൊ മനസ്സിലായി. ഇത് മൊത്തമായെന്ന് പറഞ്ഞു വായ തുറന്നു പോണേ. ഇതാണ് ഏറ്റവും വലിയ നെഗറ്റീവ്. നെഗറ്റീവ് വായ തുറന്നു പറയുള്ളൂ. അപ്പൊ ഇന്നത്തേക്ക് ഇപ്പൊ കഴിഞ്ഞില്ലേ? എനിക്കൊന്നും പറയാണ്ട്. പിന്നെ വേറൊരു കാര്യം പറയണ്ടത്. നമ്മള് ചാനലിന്റെ പേര് മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ആർക്കെങ്കിലും വല്ല സജഷൻസ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളൊന്ന്
കമന്റ് ചെയ്തോളാം. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനത്തെ പേരാണ് വേണ്ടതെന്ന്. നമ്മളിങ്ങനെ മാറ്റാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെക്കൻ ഒരു ലോക്കൽ പേരായിട്ട് വരുന്നതായിരിക്കും. എന്റെ ചാനലിന് കുഴപ്പം നിനക്ക് നിങ്ങളായിട്ടൊരു നല്ല പേര് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നല്ലൊരു പേര് നമുക്കൊന്ന് സജസ്റ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളത് നമ്മുടെ ചാനലിലെ പേരാക്കി മാറ്റും. അപ്പൊ നിങ്ങൾക്ക് അഭിമാനിക്കാൻ കഴിയും. എനിക്ക് ഇപ്പൊ തന്നെ 100% ഉറപ്പുണ്ട്. പേര് ഇടുണ്ടെങ്കിൽ തന്നെ വല്ലവരും ഇടുണ്ടെങ്കിൽ തന്നെ വരാൻ പോണ പേരാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. മന്ദകളുടെ ലോകം അവരുണ്ടാവുള്ളൂ. ഇവനെ അവഗണിക്കും നെഗറ്റീവ്. അപ്പൊ പിന്നെ നമുക്ക് ഈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അല്ലെങ്കിൽ പിന്നെ പൊട്ടലും കൊണ്ടുവരും സെറ്റ് ചെയ്ത്. നീ പൊട്ട ഞാൻ മണ്ടായി അതായിരിക്കും നമ്മളെ പൊട്ടലും മണ്ടലും എങ്ങനെയുണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടൊക്കെ ആയിരിക്കും പൊട്ടലും മണ്ടലും പുതിയ ചാനലായിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും. അതുവരെയും